കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി ഒരു പയ്യൻ കൊല്ലപ്പെട്ടു. 10ാം ക്ലാസ്സുകാരനാണ്. 5 പേരാണ് പ്രതികൾ. ഇത് കോഴിക്കോട്ടെ കാര്യം. ഇനി കൊച്ചിയിലേക്ക് വന്നാലോ, സ്കൂൾ വിദ്യാർത്ഥികളടക്കം പലതരം ലഹരി വസ്തുക്കളുമായിട്ട് ബീച്ചിൽ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് പോലെയുള്ള പാർക്ക് പോലെയുള്ള പൊതുസ്ഥലങ്ങളിൽ പോലും എത്തുന്നു. അപ്പോൾ സ്കൂൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ്. ഒപ്പം വരുന്ന ആൺകുട്ടികളും ഏതാണ്ട് അതേ പ്രായത്തിലുള്ളത്. പോലീസോ മുതിർന്നവരെ പിടിക്കാൻ ചെന്നാൽ അവർ നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. ചേച്ചിക്ക് അനുഭവം വല്ലതും ഉണ്ടോ? വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു പറഞ്ഞപ്പോൾ സിനുജി 3 ദിവസമായിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ മറൈൻ ഡ്രൈവ് ശരിക്കും പറയുകയാണെങ്കിൽ എന്തിനാണ് ആ സ്ഥലം തുറന്നിട്ടേക്കുന്നതെന്ന് പോലും എനിക്ക് സംശയം തോന്നാറുണ്ട്. നമ്മുടെ സ്കൂളിലും കോളേജിലുമുള്ള എല്ലാ കുട്ടികളും സ്കൂൾ സമയത്തും അല്ലാത്ത സമയത്തും അവിടെയാണ്. ഇപ്പോൾ പറഞ്ഞ ഉടനെ പറയും സദാചാര പോലീസിംഗ് എന്ന് പറയും. അല്ല, സദാചാരമല്ല, എല്ലാത്തിനും ഒരു മാന്യത വേണം. എല്ലാവരും അങ്ങനെ റോഡിലേക്ക് ഇറങ്ങിയാലോ അല്ലേ? അപ്പോൾ നമുക്ക് റിപ്പോർട്ട് കിട്ടി 2 പെൺകുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ കായലിലേക്ക് എടുത്തു ചാടി. എന്തായത്, അവിടെ കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും ഇരുന്ന് സ്വൈര്യ സല്ലാപത്തിലായിരുന്നു. നമ്മൾ GCDA ചെയർമാന് എഴുതി കൊടുത്തിട്ടുണ്ട് ആ സ്ഥലം പൂട്ടിയിടണമെന്ന്. ഒരു ചെറിയൊരു മറ പോലെ കിട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഈ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ പോലീസുകാർ വന്നു, ആൺകുട്ടികളെ പതുക്കെ എടുത്തുകൊണ്ട് പോയി ചോദ്യം ചെയ്യാനായിട്ട്. പെൺകുട്ടികളെ തൊട്ടാലൊരു പ്രശ്നമുണ്ട്, അവർ തിരിഞ്ഞിന്ന് ഒരു മടിയില്ല, തിരിഞ്ഞിന്ന് നെയിം ബോർഡും മുഖവും കൂടെ വരുന്ന പോലെ ഫോട്ടോ എടുക്കും. സദാചാര പോലീസിങ്. എന്നിട്ട് പിറ്റേ ദിവസം ഈ ഓഫീസേഴ്സ് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇവർക്ക് എക്സ്പ്ലനേഷൻ ചോദിക്കുക. അപ്പോൾ ഇവർക്ക് പേടിയായി, എങ്ങാനും ഈ ആൺകുട്ടികളുടെ വായിൽ നിന്ന് ഇവരുടെ പേരെങ്ങാനും വന്നാലോ, മാതാപിതാക്കൾ അറിഞ്ഞാലോ എന്ന് വിചാരിച്ച് ഇവർ കായലിലേക്ക് എടുത്തു ചാടി. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പിങ്ക് പോലീസ് തന്നെ ചാടി പുരുഷ പോലീസുകളുടെ സഹായത്തോടെ ഇവരെ കയറ്റി ആശുപത്രിയിൽ അഡ്മിറ്റാക്കി മാതാപിതാക്കളെ വിളിച്ചയച്ചു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന SI മാഡത്തിനോടും SI സാറിനോടും ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് പറയുന്നത്, നഗരമധ്യത്തിലുള്ള സ്കൂളിലെ പെൺകുട്ടികൾ അതേ യൂണിഫോമിൽ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ടാവും. 8ാം ക്ലാസ്സിലെ കുട്ടിയും 10ാം ക്ലാസ്സിലെ കുട്ടിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഉണ്ടായിരുന്ന ഒരു ആൺകുട്ടിയുടെ ബാഗിൽ നിന്ന് ഒരു ജീവിതകാലം ഉപയോഗിക്കാവുന്ന കോണ്ടംസാണ് കിട്ടിയിരിക്കുന്നത്. സ്കൂൾ ആൺകുട്ടിയുടെ ബാഗിൽ നിന്ന് ഒരു ജീവിതകാലത്തേക്ക് ഒരു സെയിൽസ് ഇത്രയും അവർ ബാഗിൽ തൂക്കുന്നതിൽ ഒരു പുസ്തകം പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഇവിടെ നടക്കുന്നത്? പല ഡോക്ടർമാരും പറയുന്നുണ്ട്, സങ്കടം തോന്നും. 7ാം ക്ലാസ് പുറത്ത് മാറിയ കുട്ടികളായിരിക്കും, പീരിയഡ്സ് വന്ന് തുടങ്ങിയ കുട്ടികളായി. അവർക്കറിയില്ല 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഗർഭിണികളായിട്ട് വരികയാണ്. എന്താ ചെയ്യുന്നേ? അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇന്നലെ ഞാൻ എഡ്യൂക്കേഷൻ കമ്മിറ്റിയിലാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചെയർമാൻ നമുക്ക് നല്ല ഇത് കൊടുക്കണം, എല്ലാവർക്കും അവെയർനെസ് കൊടുക്കണം, മാതാപിതാക്കളെ വിളിക്കണം. എന്തിന്? മാതാപിതാക്കൾ കുറച്ച് സമയം കുട്ടികൾക്ക് കൊടുക്കൂ. ഈ അവെയർനെസ് ക്ലാസ്സിലൊന്നും ഇവർക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണോ? കുട്ടികൾക്ക് വീട്ടിൽ സ്നേഹം കിട്ടാത്തത് കൊണ്ടല്ലേ അവർ പുറത്തേക്ക് പോകുന്നത്. എൻ്റെ ഡിവിഷനിൽ സിനുജി ഒരു കുറേ സ്കൂളുണ്ട്, ഗേൾസ് ഹൈ സ്കൂളുണ്ട്, SRV സ്കൂളുണ്ട്, സെൻറ്റ് ജോസഫ് സ്കൂളുണ്ട്. അപ്പോൾ എല്ലാവരും റോഡിൽ കൂടെ നടക്കുമ്പോൾ ഒരു UP സ്വദേശി അവിടെ ഇരുന്ന് കുട്ടികളുടെ വായിലിങ്ങനെ എന്തോ വെച്ച് കൊടുക്കും. മോനെ വാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ മുട്ടായി. അതൊരു അഡിക്ഷൻ ആവുന്ന സാധനമാണ്. അതിൽ നിന്നാണ് വലിയ MDMAയിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ അത് അഡിക്ഷൻ ആകുമ്പോൾ അമ്മയോടേക്ക് അമ്മയെ മുട്ടായി മേടിക്കാൻ അപ്പോൾ 2 രൂപ കൊടുക്കും. പിന്നെ അത് 5 ആകും 10 ആവും. കുറച്ചാകുമ്പോൾ നീ എന്തേ കാണിക്കണം, ഞാൻ തരില്ല എന്ന് പറയും. അപ്പോൾ വയലൻ്റായി. അപ്പോൾ ഉള്ള സന്ദർഭങ്ങളിലാണ് നമ്മളിപ്പോൾ കാണുന്ന പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത്. അപ്പം ഞാൻ ചെയർമാനോട് പറയുമായിരുന്നു, നമ്മൾ ഈ അവെയർനെസ് ക്ലാസ്സിന് കുട്ടികൾക്ക് 2 പീരീഡ് ഒഴിവായി കിട്ടി എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ ആ ക്ലാസ്സിലിരിക്കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനത്തെ ക്ലാസ്സുകൾ. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പം ഞാൻ വിളിക്കും, 3ാമത്തെ ബെഞ്ചിൽ 2ാമതിരിക്കുന്ന തലമുടി ചുരുണ്ട ആൺകുട്ടി ഇപ്പോൾ ആൻറ്റി എന്താണ് പറഞ്ഞതെന്ന് പറയാമോ? അവനേതോ ലോകത്താ. ആൻറ്റിയോ? ഏത് ആൻറ്റി? എന്ത് പറയണോ? അവന് സന്തോഷം. 2 അവർ അല്ലെങ്കിൽ 3 പീരീഡ് ക്ലാസ്സിലിരിക്കണ്ടല്ലോ. ഞാൻ പിടികൂടും. അവരൊന്നും ഈ ലോകത്തിലല്ല താമസിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, കൊച്ചു കുട്ടികളൊക്കെ വരും, അമ്മേ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നമുക്ക് ഭയങ്കര തിരക്കാം. ഓഫീസിൽ കഴിഞ്ഞ് ഇനി ഫയൽ നോക്കണം, കുക്ക് ചെയ്യണം. അപ്പം നമ്മൾ വേഗം മൊബൈലെടുത്ത് ഇത് കണ്ടോ, എന്താണ് പുസിക്കാറ്റിനെ കണ്ടോ, ടോം ആൻഡ് ജെറി കണ്ടോ. പിന്നെ ആ കുട്ടിക്ക് അമ്മ വേണ്ട, അത് തന്നെ വലുതായി വരുന്നു. നമ്മൾ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ചില്ലറ വിൽപ്പനയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരെ മാറ്റണം. ഞാനിപ്പോൾ പറഞ്ഞ മാന്യദേഹത്തിനെ 3 പ്രാവശ്യം ഇന്നലെ ഞാൻ മാറ്റി. കസേര ഇട്ടിട്ട് അദ്ദേഹം
ഈ നമ്മളുടെ വാക്ക് വേയിൽ ഇരുന്നിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പം ഞാൻ മാറ്റി പറയാം, എനിക്കും ജീവിക്കണ്ടേ. ഞാൻ യു പിയിൽ നിന്ന് ഇവിടെ വന്ന് താൻ പാൻ പരാഗ് വിറ്റിട്ട് എങ്ങനെ ജീവിക്കാനാണ്? ഞാനൊരു സെക്രട്ടറി അയച്ചു. അപ്പോൾ കഞ്ചാവ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവന് പേടിയല്ല, ക്യാമറയിൽ കൂടി അവരെ പിടിച്ചാൽ അവൻ പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് അവിടെ ഞാൻ പാൻ പരാഗ് കഴിക്കുന്നത് യു പിയിലല്ലേ ഏറ്റവും കൂടുതൽ, എനിക്ക് അവിടെ നിന്ന് വിട്ടാൽ മതിയല്ലോ. അവിടെ പാൻ പരാഗ് വിൽപ്പനയാന്ന് പറഞ്ഞാൽ എനിക്ക് കല്യാണം കിട്ടില്ല, ഇവിടെ വന്ന് ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞാൽ കല്യാണം കിട്ടും. എന്താ ഇതൊരു റാക്കറ്റും കൂടിയാണ്. ഞാനൊരു ദിവസം ഞങ്ങളുടെ ഹെൽത്ത് ഇൻസ്പെക്ടറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ട് കാറിലിങ്ങനെ കറങ്ങി. ഞങ്ങൾ ഈ ഒരാളെ പിടിച്ചു കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും ഒന്നുമില്ലെങ്കിൽ സാധനം മാത്രമുണ്ട്, ആളില്ല, അല്ലെങ്കിൽ ആളുണ്ട് സാധനങ്ങളൊന്നുമില്ല. ഇതായിരിക്കും സംഭവിക്കുക. അവർ തമ്മിലൊരു റാക്കറ്റുണ്ട്, നെറ്റ്വർക്ക്. അതുപോലെ തന്നെ അവർ പറയുന്നത്, അപ്പോൾ സൗത്ത് ഓർബിറ്റിൻ്റെ താഴെ 2 പേര് നിൽക്കുന്നുണ്ടല്ലോ, അവരെന്താ പിടിക്കാത്ത? അപ്പോൾ അവർ തമ്മിലുമുണ്ട്. ഇതൊരു വലിയ മാഫിയാണ്. പോലീസുകാരെന്ത് ചെയ്യുന്നു? പോലീസുകാരോട് ഞാൻ എത്ര പ്രാവശ്യം ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ കൊച്ചു കുട്ടികൾ, പിഞ്ചു കുട്ടികൾ, നാളത്തെ ഭാരതത്തിൻ്റെ പ്രകാശമോ സ്വന്തം വീടിൻ്റെ പ്രകാശമാകുന്ന പെൺകുട്ടികൾ കണ്ണുകൾ കണ്ടാൽ നമുക്കറിയാം. ആകെ തൂങ്ങിയത് ഇങ്ങനെ നടക്കണ കാണുമ്പോൾ വലിയതായിട്ട് നമുക്ക് വിഷമം തോന്നി. ഇപ്പോൾ സ്കൂൾ കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഈ ലഹരി വസ്തുക്കൾ എത്തുക? സ്കൂൾ കുട്ടികൾ വഴി തന്നെയാണ് എത്തുന്നത്. സ്കൂൾ കുട്ടികളെ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നാക്കിൽ ഞാൻ വച്ച് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, കുറച്ച് കഴിയുമ്പോൾ അവന് പൈസ കിട്ടാതാകുമ്പോൾ ഇദ്ദേഹം പറയും, ഞാൻ പൈസ തരാം, നീ നിൻ്റെ ഫ്രണ്ട്സിന് കൊടുക്ക്. അല്ലെങ്കിൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു പെൺകുട്ടി ഗേൾസ് ഹൈസ്കൂളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, ക്ലാസ്സിലിരുന്നിട്ട് കൈ വെട്ടിയിട്ട്. അപ്പോൾ എൻ്റെ അമ്മ ഡോക്ടറാണ്, അമ്മ എപ്പോഴും പറയും ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നില്ല, ഇറ്റ്സ് എ ക്രൈ ഫോർ ഹെൽപ്പ്, ആരെങ്കിലും എന്നെ സഹായിക്കുമെന്ന്. ആ കുട്ടിയുടെ ചേച്ചി ഒരു ഡ്രഗ് മാഫിയയിൽ പെട്ടു, അമ്മുമ്മയും പെട്ടു. അമ്മ വിധവയാണ്, ഒരു വീട്ടുജോലിക്കൊക്കെ പോയി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്കും കാറ് വേണ്ടേ, നമ്മൾ ഈ വീട്ടിൽ താമസിച്ചാൽ മതിയോ, നമുക്കും നന്നായി ജീവിക്കണം, വീട് വേണം. അപ്പോൾ ഇത് നീ ഒരു ഇതായിട്ട് എടുത്താൽ മതി, സെക്സ് നീ എൻജോയ് ചെയ്യൂ. 9ാം ക്ലാസ്സിലെ കുട്ടിയാണ്, എൻജോയ് ചെയ്ത് ഒരു തൊഴിലായിട്ടോ ഒരു വൃത്തികെട്ട ഇതായിട്ടോ വേശ്യ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. യു എൻജോയ് ഇറ്റ് ആസ് എ ജോബ്. നീ ഒരു കുറച്ച് നേരം അത് സ്പെൻഡ് ചെയ്യണം, അതിന് പൈസ മേടിക്കണം. ഈ പെൺകുട്ടിക്ക് പേടിയാണ്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ആ മാഫിയ അവളോട് പറഞ്ഞു, നിന്നെ പുതച്ച് കിടത്തുന്നു, വെള്ള പുതച്ച് കിടത്തുന്നു പറഞ്ഞു. കുഞ്ഞിന് പേടിയായിപ്പോയി. ക്ലാസ് ടൈമിൽ ഇന്ന് അവൾ മുറിച്ചു. ഹെഡ് മിസ്ട്രസ് എന്നെ വിളിച്ചു. ഞങ്ങൾ പോയിട്ട് അടുത്തുള്ളൊരു എന്താണ് വിമൻസ് ഹോസ്റ്റലിൽ അമ്മയുടെ അനുവാദത്തോടെ ആ കുട്ടിയെ മാറ്റി പാർപ്പിച്ചു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വീട്ടുകാർ അവർക്കൊരു നല്ല ഇതാണെന്ന് തോന്നണം, അല്ലെങ്കിൽ ഇതുപോലുള്ള പല പല പ്രശ്നങ്ങളും കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പോലീസിൻ്റെ ഇടപെടലില്ല സിനോജി. പോലീസ് സക്രിയമായി ഇടപെട്ടാൽ ഇവരെയൊക്കെ നമുക്ക് തുരത്താവുന്നത്. 3 പ്രാവശ്യം ഞാൻ മാറ്റിയിട്ടും, കൗൺസിലറായി ഞാൻ മാറ്റിയിട്ടും അവൻ അതേ സ്ഥലത്ത് വന്നിരിക്കുന്നുവെങ്കിൽ അതിന് പുറകിലുള്ള മാഫി എന്താണ്? എൻ്റെ മക്കൾ എന്നോടൊരു അമ്മ അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അമ്മയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഒരു അമ്മ എന്നുള്ള നിലയിൽ നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇവർക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ഡിവിഷനിലെ ആൾക്കാരൊക്കെ റെഡിയാണ്. പക്ഷേ എത്ര നാൾ ഞങ്ങൾക്ക് പോലീസിനുള്ള പവറുണ്ടോ, ആ കാക്കിക്കുള്ള വില ഞങ്ങൾക്കുണ്ടോ? അപ്പം അതുകൊണ്ട് പോലീസിനോട് ഞാൻ പറയുന്നത്, അവർ കായൽ ചാടുമ്പോൾ രക്ഷിക്കാനായിട്ട് നിൽക്കാണ്ട് ഇങ്ങനെയുള്ള വിൽപ്പനക്കാരെ മാറ്റുക. ഡിവിഷൻ 25 കിലോ കഞ്ചാവ് പിടിച്ചത്. ഞങ്ങൾ സുദർശൻ ജി ഇവിടുത്തെ DCP ആയപ്പോൾ ഒരു മീറ്റിംഗ് വെച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി, 4 ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തി, ധാരാളം പേരെ പിടിച്ചു. 25 കിലോ കഞ്ചാവ് പിടിച്ചു ഒരു ഹോട്ടലിൽ നിന്ന്. ഇതൊക്കെ പോലീസ് വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ പോലീസ് വിചാരിക്കുന്നില്ല, നമ്മളുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. അവർക്കറിയില്ല, അവരുടെ കണ്ണുകളിൽ പഴയ തെളിച്ചമില്ല, എല്ലാം ചത്ത മീനിൻ്റെ കണ്ണ് പോലെയാണ് ഇരിക്കുന്നത് അല്ലേ. ഇതെന്തുകൊണ്ട് അച്ഛനമ്മമാർ തിരിച്ചറിയുന്നില്ല? അപ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ ഒരു കൗൺസിലറാണ് പത്മജാസ് മേനോൻ. ഈ പറയുന്ന വാക്കുകൾ ഈ കുട്ടികളുടെ രക്ഷിതാക്കളാണ് കാണേണ്ടത്. രക്ഷിതാക്കളോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? മക്കളെ ചേർത്ത് പിടിക്കുക. അവരെവിടെ പോകുന്നു, എപ്പോൾ വരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്തിരുന്ന കാര്യമാണ്, 3:30 മണിക്ക് സ്കൂൾ വിടുമ്പോൾ ഞാൻ അവിടെ കാറോ ഓട്ടോറിക്ഷ എന്തെങ്കിലും കൊണ്ടുണ്ട്, ആ മോനെ എന്ന് വിളിക്കും. അപ്പോൾ അവനറിയില്ല എപ്പോഴാണ് അമ്മ വരുന്നതെന്ന്, ഏത് ദിവസമാണ് വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് അവൻ എവിടെയും പോകാൻ പറ്റില്ല. ആരിപ്പോൾ അല്ലെങ്കിൽ പറയാം, ഞാൻ ട്യൂഷന് പോയി, അവരുടെ വീട്ടിലുണ്ടായിരുന്നു ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു എന്ന്. കുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോൾ സ്നേഹത്തോടെ അവരെ ആക്കുക. അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണെന്ന് മനസ്സിലാക്കുക. അവരുടെ മാതാപിതാക്കളുമായിട്ട് ഒരു ഫുൾ കോൺടാക്റ്റിലിരിക്കുക. ഇന്ന് രേഷ്മ വീട്ടിൽ വരാൻ വൈകിട്ടുണ്ടല്ലോ, അപ്പോൾ അവർ എൻ്റെ മോള് വന്നല്ലോ, അപ്പോൾ രേഷ്മയോട് നമുക്ക് ചോദിക്കാം.
ഇതുപോലെ തന്നെ എറണാകുളത്തേക്ക് ഇങ്ങനെ കയറൂരി വിടും ധാരാളം പെൺകുട്ടികളെ. അവിടെ എയർ ഹോസ്റ്റസ് ട്രെയിനിങ്, IELTS ട്രെയിനിങ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വലിയ പുറം രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഇവിടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഫ്രീ സെക്സ് ലൈഫല്ലേ, അതിന് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു ഹോസ്റ്റലിലെ കുട്ടിയെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നു. അതിൻ്റെ അമ്മയെ ഞാൻ കാര്യം വെച്ചു, മോളായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചേച്ചി വരണമെന്നും പറഞ്ഞിട്ട് അമ്മ വന്നു. മോള് എവിടെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ മോള് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മോള് താഴത്തേക്ക് വരുമോ, അമ്മ താഴെയുണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആടി വന്നു. അപ്പോൾ വാർഡൻ്റെ സഹായത്തോടെ അമ്മ എല്ലാം പാക്ക് ചെയ്തിരിക്കേണ്ടത് നേരെ കാറ് കയറ്റി കൊണ്ടുപോയി. അപ്പോൾ കാലിടറുന്ന കൗമാരം, അതാണ് ശരിക്കും മനസ്സിലായത്. കറക്റ്റ്. കൊച്ചി കോർപ്പറേഷനിൽ നടക്കുന്ന ഒരു ഭാഗത്തെ കാര്യങ്ങൾ മാത്രമാണ് ചേച്ചി പറഞ്ഞത്. ഇനിയും ഇത്തരം ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ കഥകളുണ്ട്. വീണ്ടും പ്രേക്ഷകരുമായിട്ട് നമുക്ക് പങ്കുവെക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.